പ്രിയയുടെ മിസ്ഡ് കോളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു പ്രിയയുടെ ഭർത്താവ് പ്രിയയ്ക്കടുത്തേക്ക് വന്നിട്ട്, "ഇത്രയും നാൾ ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. എനിക്ക് ആ തെറ്റുകളെല്ലാം മനസ്സിലായി. നീ എന്നോട് ക്ഷമിക്കണമെന്ന്" പറഞ്ഞിട്ട് അയാൾ മാപ്പ് പറയുകയാണ്. തന്റെ ഭർത്താവ് എല്ലാ കാര്യങ്ങളും ഏറ്റുപറയുന്നത് കേട്ട് പ്രിയയ്ക്കും ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ടാകുന്നു. അതേസമയം ഇവർ സംസാരിക്കുന്നതെല്ലാം ഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രേവതിയും കൂട്ടരും. അതേസമയമായിരുന്നു ഏർപ്പാടാക്കിയിരുന്ന ആളുകളും അവിടേക്ക് വരുന്നത്. അത് കാണുന്ന പ്രിയയ്ക്ക് വല്ലാത്ത ടെൻഷനാവുകയും അവരുടെ പ്ലാൻ എന്താണെന്നുള്ളത് തന്റെ ഭർത്താവിനോട് തുറന്നു പറയുന്നു. മാത്രമല്ല രേവതി അവളുടെ ഭർത്താവിന്റെ കഥ കഴിച്ച കാര്യവും പറയുവാനായി തുടങ്ങുന്ന സമയം തന്നെ അത് കേട്ടുകൊണ്ടുന്ന രേവതി അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ പ്രിയയ്ക്കടുത്തേക്ക് എത്തുന്നു. "എടി ദ്രോഹി, നിന്നെ ഞാൻ സഹായിച്ചതിന് നീ എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണമെന്ന്" പറഞ്ഞ് രണ്ടുപേരും വഴക്കിട്ടുകൊണ്ട് നിൽക്കുന്ന സമയം ഉടനെ തന്നെ പ്രിയയുടെ ഭർത്താവ് പൊട്ടിച്ചിരിക്കുകയാണ്. "നിങ്ങളൊക്കെ എന്താ കരുതിയിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും പബ്ബിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് എന്റെ കൂട്ടുകാരൻ കേട്ടു. നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചതാണെന്നും" അയാൾ പറയുകയാണ്. അത് കേട്ടതോടുകൂടി തങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം പ്രിയയ്ക്കും രേവതിക്കും മനസ്സിലായി. അതേ സമയമായിരുന്നു അവർ സെറ്റ് ചെയ്തു വെച്ചിരുന്ന കുറെ മോഷ്ടാക്കളിലെ അവരവിടേക്ക് വരുന്നത്. വലിയ പ്രശ്നം തന്നെ നടക്കും. അതിനിടയിൽ പ്രിയയുടെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്കും വരുന്നു. ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആവുകയാണ്. ആ ഒരു ഹാർട്ട് അറ്റാക്കോട് കൂടി പ്രിയയുടെ ഭർത്താവിന്റെ ബോഡി മുഴുവൻ തളർന്നു പോയി. സംസാരിക്കുവാനും കഴിയത്തില്ല. കണ്ണ് മാത്രം ചലിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനമാവുകയാണ്. പിന്നീട് അങ്ങോട്ട് വീൽചെയറിലായിരുന്ന തന്റെ ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രിയ തന്നെയാണ്. പ്രിയയുടെ ജീവിതം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നു.